നീ ആയിടുമോ? നിത്യമായ നരകത്തിലോ സ്വച്ഛമായ സ്വർഗത്തിലോ? നിത്യമായ നരകത്തിലോ സ്വച്ഛമായ സ്വർഗത്തിലോ? ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. സമ്പന്നരോ ദരിദ്രരോ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ലോകത്ത് പോകേണ്ടി വരും. അത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കുന്നതിന് ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ ജനിക്കാതിരിക്കണമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന സമയം കൂടിയാണ്. പ്രിയവ്രതന്റെ വേർപാടിൽ ദുഃഖിതരായി എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട് മാക്സിമമായിട്ട്. അത് ഈ സഹോദരനെ സംബന്ധിച്ച് പറയുമ്പോൾ വിളിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ഇടിയായി അവിടെ കാണാമെന്നുള്ള പ്രത്യാശയാണ് നിങ്ങൾക്കുള്ളത്. ആ പ്രത്യാശയുള്ളവർ ശരിയാൻ നേരം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ എനിക്ക് അതിൻ്റെ ധൈര്യമുണ്ട് അവിടെ എത്തുന്നത്. ഓരോ ഞാൻ പ്രസംഗിക്കാൻ ഞാൻ ധൈര്യമില്ലാത്ത നിലയിൽ പ്രസംഗിക്കാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പോണ വീട് മരിച്ചാലും അവിടെ എത്തുമെന്നുള്ള ധൈര്യത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്, സംസാരിക്കുന്നത്. കേട്ടാണ് അവർ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന വലിയവനായ ദൈവം എന്നൊക്കെ അളവപ്പെട്ട് വന്നിട്ടുണ്ട്. ഒറ്റവാക്കിയ പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞാൻ പാപിയെ ഒരുവനാണ്, ഞാൻ പാപിയെ ഒരുവളാണ്, എന്റെ ഗ്രഹത്തിലേക്ക് വരണമേ, എന്റെ പാപം ക്ഷമിക്കണമേ. എത്ര വലിയ കുടുംബമായിരുന്നാലും ക്ഷമിച്ച് നിത്യതയിലേക്ക് എത്തിക്കുവാനാണ് യേശു ക്രിസ്തു മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ രണ്ടുകടം മടമധ്യം മരിച്ച കഥയല്ല, അത് സംഭവമാണ്. എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് കൈപിടിപ്പിക്കുന്ന സർവ്വലോകത്തിന്റെ പാപത്തിന്റെ തന്നെ ഇവിടെ ഈ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിലൂടെ പാപപരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ യേശു ക്രിസ്തുവിനെ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഇവിടെയുണ്ട്, കാണാൻ പറ്റില്ല. ആത്മീയ പ്രകാശിച്ച കർത്താവിനെ കാണാൻ കഴിയും. അങ്ങനെ ആരെങ്കിലും തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ സുവിശേഷമോട് ഒരു വാക്കും കൂടെ പറയാതെ കഴിയില്ല. കാരണം സുവിശേഷമാണ് ഇതിന്റെ പറയാതെ വിട്ട് പറയേണ്ടത്. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്നിധിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ ഓർത്തുപോലില്ല. അതാണ് സുവിശേഷം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എല്ലാവരും സ്നേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതന്മാരുണ്ട മനസ്സാണ് മാറുന്നത്. എനിക്ക് സമാധാനപ്പെട്ട ആളായിരുന്നു. സമാധാനവും സന്തോഷം തന്നത് യേശു ക്രിസ്തു. ഞാൻ ക്രിസ്തു കൂടി ജയിച്ചോന്നെങ്കിലും യേശുവിന്റെ കൂടി വന്ന നാൾ മുതൽ ഇന്നുവരെയും സമാധാനം യാതൊരുപോലുമില്ല. പ്രയാസമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. കർത്താവ് കൃപ തരുന്നു. ഓരോ ദിവസവും വഴിനടത്തുന്നു. ഊഷമലയിൽ ഇവിടെ മരുഭൂമി യാത്രയാണ്. അവിടെ ഒരു ദിവസം അവിടേക്ക് എത്തുന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. ഈ പ്രിയ ദുഃഖത്തിലാക്കി എല്ലാവർക്കും പ്രത്യേക സഹോദരി മക്കൾ, അവിടത്തേക്കാൾ ചാർത്തേക്കാൾ അയൽക്കാർ എല്ലാവരെയും ആശ്രയിക്കുമാറായിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എനിക്കിരിക്കുമ്പോൾ ഒരു വാക്കിന്റെ 2 പാട്ട് പാടാം. ശ്വസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തിലെ, നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തിലെ. വിശ്വാസത്തോടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, ഓടിടാം. മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ വീട്ടിൽ, കഷ്ടമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട്, വാനലോകത്തിലെ. രോഗമില്ല നാട്, രോഗിയില്ല വീട്, വാനലോകത്തിലെ. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. ഒരു വിശ്വാസനാട്, അവിടെ നല്ല ഹിതമായ അയോധ്യയിലേക്ക് യാത്രയിലാണ് ഓരോരുത്തരും. അത് എപ്പോഴാണ്, ഏത് സമയമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരുങ്ങുവാനായിട്ട് ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്നുണ്ട്.
ഇന്ന് പക്കാലം എന്നെ കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയിട്ടെന്ന് ഒറ്റ വാക്കിൽ പറയാം, യേശുവേ ഞാൻ പാപിയായ ഒരുവനാണ്, ഞാൻ പാപിയായ ഒരുവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുന്നെങ്കിൽ യേശു ക്രിസ്തു എത്ര കൊടും പാപമായിരുന്നു അതിന് ക്ഷമിക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്ന അവസരം കൂടിയുണ്ട്. അതൊന്ന് മേലെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആസ്വാദിപ്പിക്കുമാറാകട്ടെ. ഈ സംസ്കാര ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ ഈ ബിനോയ് തോമസിനെ യാത്രയാക്കുവാൻ വേണ്ടി കർത്താവിൽ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദാസന്മാരുടെ, ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷയിൽ ഭാഗവക്കാക്കണമെന്നുള്ളതാകുന്ന ആഗ്രഹമുണ്ട്. എങ്കിലും ഈ ബോഡി അധിക സമയം ഇനി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയാത്ത ആ ഒരു സാഹചര്യമുള്ളതുകൊണ്ടും വളരെ വേഗത്തിൽ തന്നെ ഈ ശുശ്രൂഷകൾ നിർവഹിച്ചെടുക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. വന്നിട്ടുള്ള എല്ലാ ദൈവവൃത്യന്മാരും ഇവിടെയുള്ളതാകുന്ന മറ്റുള്ള ശുശ്രൂഷകളിൽ സഹകരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശുശ്രൂഷയുടെ ക്രമമൊന്ന് ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ആരംഭത്തിൽ ഡെന്നി പാപ്പിച്ചെന്ന് പറയുന്ന അദ്ദേഹം അനുശോചനമായിട്ട് ചില വാക്കുകൾ ഇവിടെ പ്രസ്താവിക്കും. അതിനുശേഷമായിട്ട് ഡോക്ടർ സാജൻ സി ജേക്കബ് ചില വാക്കുകൾ അനുശോചനമായിട്ട് അറിയിക്കുന്നതാണ്. അതിനെ തുടർന്ന് ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് സെന്റർ പാലുവായുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ കുര്യാക്കോസ് ചക്രവാക്കിൽ തുടർന്നുള്ളതാകുന്ന ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതാണ്. ചില പ്രത്യാശയുടെ തിരുവചനങ്ങൾ നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് എല്ലാ ദൈവദാസന്മാരും ചില വാക്യങ്ങൾ വായിച്ച് അതിനൊരുമിച്ച് സഹകരിക്കുവാനായിട്ട് പ്രത്യേകം ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷമായിട്ട് ഈ ബോഡി ഈ പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റി അനന്തരം കുഴിയിലേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ലാസ്റ്റുള്ള ശുശ്രൂഷ ചെയ്ത് പൂർത്തീകരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ ചെയ്യുവാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഡെന്നി പാപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തി പെരുമാറാകട്ടെ. നിങ്ങളോടിലൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് അതിയായ വേദനയുണ്ട്, ദുഃഖമുണ്ട്, നിരാശമുണ്ട്. ഒരുമിച്ച് പഠിച്ചു വളർന്നു തിരുവല്ല എന്ന പ്രദേശത്ത് നിന്ന് ഞങ്ങൾ 7 കൂട്ടുകാരന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരെന്നുപരി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തെ എല്ലാം ആയിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അത് സോൾവ് ചെയ്യുന്ന ബിനോയ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അകപ്പെട്ടു പോയാൽ അവിടെ ഒരു തമാശ വാക്ക് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഓരോ വ്യക്തികളെ വിളിച്ച് സ്വാന്തനിപ്പിച്ച് തിരിച്ച് അതേ കൂട്ടുകെട്ടിൽ തന്നെ നിലനിർത്തുവാൻ ബിനോയ് അധികമായി ശ്രമിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലുപരിയായി ഞങ്ങളുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് വിദ്യാഭ്യാസ ജീവിതം കഴിഞ്ഞ് മുൻപോട്ട് ഞങ്ങൾ പോകുമ്പോഴും ആ കൂട്ട് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 ദിവസത്തിന് മുൻപ് കുവൈറ്റിലോട്ട് കടന്നു പോകുന്നതിന് മുൻപ് വരെ ഞങ്ങളോടെല്ലാം വളരെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് പോയ ഒരനുഭവം ഞാൻ ഓർക്കുന്നു. ലാസ്റ്റ് അന്ന് 11-ാം തീയതി രാത്രിയിൽ ഒരു 10 ആയപ്പോൾ എന്നെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. ഒത്തിരി നേരം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞിട്ടാ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ ഓർക്കണം. ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വന്നിരിക്കുന്നത് വലിയ ഒരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് അവധിയാണ്, ആ സമയം നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ കഴിയും. പക്ഷെ ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രിയ പാസ്റ്റർമാർ പറഞ്ഞതുപോലെ തന്നെ പറയാനൊരു വലിയ കാര്യം, മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ പലതും പാലിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ആ വാക്കുകളൊന്നും പാലിക്കപ്പെടാതെ കർത്തദാസൻ പറഞ്ഞതുപോലെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഭവനത്തിലേക്ക് അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. വാസ്തവത്തിൽ ഒത്തിരി സന്തോഷകരമായ കാര്യം എനിക്ക് ഇതിനെക്കുറിച്ചുകൂടെ പറയുവാനുണ്ട്.
ഇവിടുന്ന് തിരുവല്ലയ്ക്ക് ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. ഞങ്ങളെ കാണാൻ വന്നിട്ട് ഒരുപാട് സമയം ഞങ്ങൾ കൂടെ ചിലവഴിക്കുമ്പോഴൊക്കെയും പറയുന്നത്, കൂട്ടുകാരന്മാരൊക്കെ ഒരുമിച്ച് ചേർന്നിരിക്കണം, ആരും പിണങ്ങരുത്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുമെങ്കിലും ഈ സമയം അധിക ദുഃഖവുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി എന്നെ വിളിച്ചപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇവിടെ വളരെ സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിച്ച ഒരു വലിയ സ്ഥലത്തേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പം ഒരുപാട് പ്രത്യാശയോടെയും ഒരുപാട് സന്തോഷത്തോടെയും പോയൊരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം വേറൊന്നായിരിക്കും. എന്നാലും ഇന്ന് ഈ സമയം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഭാവിശ്വാസികൾ എല്ലാവരും ദൈവത്തിൻ്റെ ഒരു വചനം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ആ വാസസ്ഥലത്തിൻ്റെ പണി പൂർത്തിയായിച്ചപ്പോൾ താൻ പ്രിയം വെച്ച നാട്ടിലേക്ക്, ആ മനോഹര ഭവനത്തിലേക്ക് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞങ്ങളുടെ കൂട്ടുകാരനെ ഞങ്ങളുടെ കൂട്ടത്തിലില്ല വാസ്തവം. പക്ഷേ അവൻ്റെ ഒരുപാട് ഓർമ്മകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നുണ്ട്, നല്ല നല്ല ഓർമ്മകൾ. പ്രത്യേകിച്ച് ബിനോയിയെക്കുറിച്ച് ഞങ്ങൾക്ക് അഴുക്ക ഓർമ്മകളൊന്നും പറയാനില്ല, എല്ലാം നല്ല ഓർമ്മകൾ മാത്രം. ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോഴും വഴക്കുകൾ ഉണ്ടാക്കാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ. ഇവിടെ വന്ന് നിൽക്കുന്നതും ഇത്രയും സമയം ഞങ്ങളിവിടെ ചെലവഴിച്ചതുമെല്ലാം ആ നല്ല കൂട്ടുകാരൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് മുന്നിൽ. എനിക്ക് അവസരം തന്ന പ്രിയ സഭയോടും സഭയിലെ പാസ്റ്റർമാരോടും എല്ലാവരോടും എൻ്റെ നന്ദിയും അപ്പോൾ തന്നെ കുടുംബത്തോടുള്ള എൻ്റെ പ്രത്യാശയും ആശ്വാസവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും. വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ചുരുക്കണം 1-2 പേരെ കൂടെ അനുശോചന വാക്കുകൾ പറയാൻ വേണ്ടി ഉൾപ്പെടുത്തുന്നതായിട്ടുണ്ട്. വിട്ടുപോയിട്ടുള്ളതാണ്. ഗുരുവായൂരെ MLA KV അബ്ദുൽ ഖാദർ അവർ ചില അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. അതിനുശേഷമായിട്ട് NK അക്ബർ അദ്ദേഹം ചില അനുശോചന വാക്കുകളോട് അറിയിക്കുന്നതാണ്. അതേ തുടർന്ന് ബിനോയി താമസിക്കുന്ന വാർഡ് കൗൺസിലർ ചില വാക്കുകൾ സമയത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിൽ സംസാരിക്കും. ബിനോയി തിരുവല്ലക്കാരനായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അദ്ദേഹം കുറച്ച് വർഷങ്ങൾ മാത്രമാണ് താമസിച്ചത്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ ആ പ്രദേശത്തെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വത്തിൽ ഉടമയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കിടന്നത്. വളരെ സൗമ്യനായി ആണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂട അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് എനിക്കറിയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം പ്രയാസകരമായ ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴും ആരോടും ആ പ്രയാസങ്ങളോ പരിഭവങ്ങളോ പങ്കുവെക്കാൻ അദ്ദേഹം സമ്മർദ്ദനായി. അദ്ദേഹം ഒരു ചെറിയ ഭൂമി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചേർന്ന് വാങ്ങുകയും ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കും. ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ സ്വന്തമായ ഭവനം അദ്ദേഹത്തിന് ചാവക്കാട് നഗരസഭയിലാണെങ്കിൽ അദ്ദേഹത്തിന് ലൈഫ് ഭവന പദ്ധതി അത് അദ്ദേഹത്തെ പേരിട്ട് ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരത്തരം കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പല സഹായങ്ങളും സർക്കാരിൻ്റെതായിട്ടുണ്ടാകുന്ന ആ കുടുംബത്തിൽ നമുക്ക് വാങ്ങിച്ചു വരുന്നത്. അതുകൊണ്ടൊന്നും ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടി കഴിയും. വളരെ ചെറിയ
ഒരു കൊച്ചും ഒക്കെ ഉള്ളതാണ് ബിനോയുടെ കുടുംബം. അപ്പോൾ ആ കുടുംബത്തിന് ഇനി നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്, ബിനോയോട് സ്നേഹമുള്ള എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്നത്, ബിനോയുടെ കുടുംബം അനാഥമായ ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാവുന്ന തരത്തിൽ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും. നമുക്ക് തോന്നുന്നത് അദ്ദേഹം സുഹൃത്ത് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പക്ഷേ ആരോ പറഞ്ഞതുപോലെ അദ്ദേഹം മരിക്കാൻ വേണ്ടി പോയതാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം പോയിലേക്ക് പോയത്. അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ആ ജോലി പൂർത്തിയാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതകൾ തീർക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത്. എന്തായാലും ആ കുറഞ്ഞ നാടുകൊണ്ട് തെക്കമ്പാലിയൂർ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രിയപ്പെട്ടവനായി മാറിയ ബിനോയുടെ നല്ല സ്മരണകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോർച്ചട്ടയായി മാറട്ടെ. ഞങ്ങളെല്ലാവരും ബിനോയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എന്തായാലും ഞങ്ങൾ അനാഥമാക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖിതയായ ഭാര്യയും മക്കളോടും കുടുംബാംഗങ്ങളും വളരെ പ്രായമുള്ള ബിനോയുടെ അച്ഛൻ, അപ്പൻ, അമ്മ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ വലിയ പ്രയാസത്തിലാണെന്നറിയാം. ഈ വിഷമത്തിൽ നമ്മളെല്ലാവരും ബിനോയോട് സ്നേഹമുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ എല്ലാവരെയും സംരക്ഷിക്കാനും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു, ബിനോയിൽ കൂട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ തെറ്റിപ്പോകരുത് എന്നുള്ളത് ആയിരുന്നു യഥാർത്ഥത്തിൽ ബിനോയിയുടെ മതം. ആ ബിനോയ് സ്നേഹം എന്ന് പറയുന്ന മതമുള്ള ബിനോയിയുടെ എല്ലാവരും, ബിനോയുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് ഉയർത്തിപ്പിടിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായിരിക്കും ബിനോയ്ക്ക് നമുക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും നല്ല ശ്രദ്ധാഞ്ജലി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് അനുശോചന വാക്കുകൾ പറയുന്നതിന് ചാവക്കാട് ചെയർപേഴ്സണായിട്ടുള്ള ചെറുപ്പം. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും വളരെ ദുഃഖിതരാണ്. ഈ വേർപാട്, ശ്രീ ബിനോയുടെ വേർപാട് ഒരിക്കലും ആർക്കും താങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വേർപാടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും അതീവ ദുഃഖിതരാണ്. ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. അതോടൊപ്പം നഗരസഭ ഈ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകും എന്നും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അടുത്തത് വാർഡ് കൗൺസിലർ. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നമ്മളെല്ലാവരും ഏറെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ നമ്മുടെ പാലിയത്തെ ദുഃഖമാണ്. തിരുവല്ലക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടിയും നമ്മളിലൊരാളായി, നമ്മുടെ പാലിയത്തെ ഒരാളായിട്ട് നമ്മുടെ കൂടെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിഷമം ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമമാണ്. നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അവരുടെ എല്ലാ വിഷമങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അവരെ ചേർത്ത് പിടിച്ച് ആ നാട് മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവും. നന്ദി. തുടർന്ന് ഡോക്ടർ സാജൻ ജേക്കബ് ചില വാക്കുകൾ പറഞ്ഞു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവിക ആലോചനകൾ പകരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും വേർപാടിൻ്റെ ദുഃഖം നമുക്കെല്ലാവർക്കും വളരെ വേദനാജനകമാണ്. ഞാൻ ഈ ന്യൂസ് അറിഞ്ഞ സമയത്ത് പ്രിയ ബിനോയ് തോമസ് അവറുകളുടെ വയസ്സ് നോക്കിയപ്പോൾ എൻ്റെ മാതാവ് കൃത്യം 44-ാമത്തെ വയസ്സിലാണ് ഈ ലോകം വിട്ടു പോയത്. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും വേദന നല്ലോണം അറിയാവുന്ന ഒരാളാണ്. അന്ന് ഞങ്ങൾ വളരെ ചെറുപ്രായങ്ങളാണ്. ഞാനും എൻ്റെ ബ്രദറും വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളുടെ തുടർക്കാലങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഇടയാക്കിയത്. അതുതന്നെ ദുഃഖകരമായ അനുഭവമാണ്. പ്രിയ സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്. അവരുടെ ദുഃഖത്തിൽ നമുക്ക് എത്ര പറഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു സദസ്സിന് എനിക്ക് വളരെ അംഗീകാരമായിട്ട് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA അക്ബർ സാർ ഇവിടെ ഉണ്ട്. അതേസമയം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, ബെരിയൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ചുക്കാൻ പിടിക്കുന്ന കുര്യാക്കോസ് പാസ്റ്റർ, അതുപോലെ തന്നെ അതിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കുര്യാക്കോസ് പാസ്റ്റർ, IPCയുടെ KS വർഗീസ് പാസ്റ്റർ, അങ്ങനെ തുടങ്ങിയ സഭാ സാമൂഹികമായ എല്ലാ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രിയ മകനെ യാത്ര അയക്കാൻ അവരെല്ലാവരും ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു അഭിമാനവും അംഗീകാരമുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം നമുക്ക് വളരെ പ്രയാസമാണ്, അവർ അനുഭവിക്കാനുള്ള പ്രയാസമാണ്. എന്നാൽ പ്രിയ മകനോട് ദൈവത്തിന്റെ സ്നേഹം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രഗത്ഭരായ ദേവദാസന്മാരും അതുപോലെ പ്രമുഖരായ വ്യക്തികളും ഈ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോബിന്റെ ജീവിതാനുഭവം വളരെ പ്രസക്തമായ ഒരു അനുഭവമാണ്. ഈ സമയത്ത് പിശാച് വന്നിട്ട് യോബിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തില് ഞാൻ ഇവന്റെ എല്ലാ സ്വത്തും എടുത്തോട്ടെ, ഇവന്റെ സമ്പൽ സമൃദ്ധമായ അനുഭവം ഞാൻ ഇങ്ങ് എടുത്തോട്ടെ, ദൈവം അനുവാദം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് ചോദിക്കുന്നത്, ഇതെല്ലാം കൊടുത്തോണ്ടല്ലേ അവൻ നിന്നെ സ്നേഹിക്കുന്നത്, അവന്റെ ശരീരത്തെ ഞാനും തൊട്ടോട്ടെ. അപ്പോഴും സ്വർഗം അത് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എടുത്തു പറയുന്ന സ്വർഗം പറയുന്ന ഒരു കാര്യം, നിനക്ക് എല്ലാം അവന്റെ എടുക്കാം, പക്ഷെ ജീവനെ മാത്രം എടുക്കരുത്, കാരണം അതെനിക്ക് വളരെ മൂല്യമുള്ളതാണ്. സ്വർഗത്തിന് ഏറ്റവും മൂല്യമുള്ളതാണ് ഒരു ഭക്തന്റെ ജീവിതം അല്ലെങ്കിൽ ഭക്തന്റെ മരണം എന്നുള്ളത്. വേദപുസ്തകത്തിൽ വേറെ ഒന്നും അധികം വളരെ മൂല്യമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ബൈബിൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ വിലയേറിയത് പറയുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം ഭക്തന്റെ മരണമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ബിനോയ് ബ്രദറിന്റെ മരണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വളരെ മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് സമയം വളരെ വേദനയോടുകൂടെയാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ധനവാനി ലാസറിനെയും കഥ, ആ അനുഭവം പ്രിയ കുര്യാക്കോസ് പാസ്റ്റർ പറയേണ്ടതായിത്തീർന്നു. അവിടെ നാം കാണുന്നത് ആ പടിവാതിക്കൽ നായ്ക്കൾ വ്രണം വന്ന് നക്കുന്ന ഒരു അനുഭവത്തിലാണ് നമുക്ക് ലാസറിനെ കാണാനായിട്ട് കഴിയുന്നത്. എത്ര കാലം നക്കി എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഒരു പട്ടി വന്നിട്ട് ഒരു നായ വന്നിട്ട് ശരീരം നക്കിയാൽ അത് ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് ശരീരം മൊത്തം വ്യാപിക്കും. അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് അധികം കാലം ജീവിച്ചിരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ അല്പകാലം മാത്രമേ അവൻ വേദന സഹിച്ചിട്ടുണ്ടാകുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അവൻ ദൂതന്മാർ വന്ന് അവനെ സ്വർഗത്തേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പക്ഷെ പിന്നീട് ധനവാൻ പറയുന്നൊരു കാര്യമുണ്ട്, അവനെ ഒന്ന് നാട്ടിലേക്കൊന്ന് അയക്കണം, ഭൂമിയിലേക്കൊന്ന് അയക്കണം. മാനസാന്തരപ്പെട്ട് ഈ നരക യോഗ്യമാവാതെ സ്വർഗത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് അങ്ങോട്ട് അയക്കണം. ജീവിച്ചിരിക്കുമ്പോ പലരെ കുറിച്ചുള്ള കഴിവുകളെ കുറിച്ചോ അവരുടെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ ലോകത്തിന് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ മരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കഴിവിനെ കുറിച്ച് ലോകം അപ്പോഴാണ് വിലയിരുത്തുക. ലാസറിനെ കുറിച്ച് അപ്പോഴാണ് ധനവാന് മനസ്സിലായത് ഇവനൊരു മിഷണറി ആണെന്നുള്ള കാര്യം. ഈ പ്രിയ മകനെ കുറിച്ചിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് പ്രിയ ബഹുമാനപ്പെട്ട MLA അതുപോലെ അവിടുന്ന് വന്നിട്ടുള്ള മിക്ക ആളുകളും അവരെ ബന്ധുമിത്രാദികളും ഒക്കെ പറയാനിടയായിത്തീർന്നു. ഞാൻ വീഡിയോ ഫുൾ ടൈം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഓഫീസിലായിരിക്കുന്ന സമയം പോലും.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രയോ മൂല്യമുള്ളവരാണ് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും സ്വർഗം നമ്മെ മൂല്യമുള്ളവരായി കണ്ടിട്ടുണ്ട് എന്നുള്ള ആ വ്യക്തമായ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായി. മനസ്സിലെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു വലിയ പ്രത്യാശയുടെ ഒരു അനുഭവം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഉത്ബോധിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവിധ അനുശോചനവും ദുഃഖവും ഞങ്ങള് പ്രത്യേകിച്ച് ഈ സെമിത്തേരിയുടെ ചുമതലക്കാരെന്ന രീതിയിലും എല്ലാവിധ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തും. വേഗം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറായി. വേഗം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറായി. ആശാപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. ആശാപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ണീടും പ്രിയരെ ഞാൻ കണ്ണീടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നും ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നും ഞാൻ മറയട്ടെ. കണ്ണിമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബയോലാ തീരത്തിൽ. കണ്ണിമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബയോലാ തീരത്തിൽ. കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. തുടർന്ന് പാലുവായിലുള്ള ബദർ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഫെലോഷിപ്പ് സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ കുര്യാക്കോസ് ചക്രവാക്കൽ തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യും. കർത്താവദാസനെ ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടേതായിരിക്കുന്ന ശുശ്രൂഷയുടെ സമാപന സമയത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി മുൻപോട്ട് പോകുവാനായിത്തീർന്നു. തിരുവല്ലയിൽ നിന്ന് ബിനോയുടെ ആരോ പ്രിയപ്പെട്ടവരെ എത്താനുള്ള സമയമാണ് നമ്മളിതുവരെ മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ ഈ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ നമ്മളായിരുന്നല്ലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ നമ്മുടെ സഹോദരൻ ബിനോയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെയും അതുപോലെ സഭയെയും അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും MLA അതുപോലെ ചെയർമാൻ അതുപോലെ വാർഡ് കൗൺസിലർമാരും മറ്റ്
ദൈവദാസന്മാരെ ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവം ഈ ദുഃഖത്തിലെ ആമേൻ പങ്കുചേരുവാൻ ഇത്രയും സമയം രാവിലെ മുതലേ അവരെ കടന്നുവരുവാനിടയായിത്തീർന്നു, നമ്മോട് കൂടെ അയപ്പാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 23 വായിക്കുമ്പോൾ അവന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിൽ പോയി. നമുക്കറിയാം, ഇവിടെ ഏറിയാൽ 70 അല്ലെങ്കിൽ ഏറിയാൽ 80 അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ആമേൻ. നമ്മുടെ പ്രിയ ബിനോയ് തോമസ് തന്റെ 44-ാമത്തെ വയസ്സിലാണ് താൻ പ്രിയമറ്റ കർത്താവിന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം അവൻ ചേർക്കപ്പെടുവാൻ കൊണ്ടയായിട്ട്. നിങ്ങൾ എത്ര പറഞ്ഞാലും അവിടെ മാതാപിതാക്കന്മാരുടെ അനിയൻ കുടുംബങ്ങളൊക്കെയും പ്രിയപ്പെട്ടവരൊക്കെയും നമ്മുടെ മതിയെ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞാലും അവിടെ ഹൃദയത്തിനകത്ത് വളരെ വേദനയുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ വേദനയുണ്ട്. കാരണം വളരെ സിൻസിയറായിട്ട് വളരെ ആമേൻ നല്ല നിലയിൽ സഭയോട് സഹകരിച്ച് എല്ലാ ദൈവമക്കളോടും ആമേൻ വളരെ സൗഹാർദ്ദം ആമയെ പുലർത്തുന്ന ഒരു കുടുംബമായിരുന്നു ബിനോയ് തോമസ്. അതുപോലെ തന്നെ ജിലിത, അവിടെ മകൻ ഇയാൻ, അതുപോലെ തന്നെ ഇടയ്ക്ക് ആദി ഇവിടെയൊക്കെ കടന്നു വരാറുണ്ട്. വളരെ സന്തോഷത്തോടെ ആലയത്തിൽ കടന്നു വരികയും എല്ലാ കാര്യങ്ങളിലും വളരെ സഹകരണത്തോടെ പോകുന്ന ഒരു പ്രിയ സഹോദരനായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞതുപോലെ 5-ാം തീയതിയാണ് കുവൈറ്റിലേക്ക് കടന്നു പോയത്. അവിടെ വെച്ചിട്ടാണല്ലോ ഈ ദാരുണ അന്ത്യം സംഭവിക്കുവാനായിത്തീർന്നത്. നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അമ്മയും കഴിഞ്ഞ ദിവസം പറഞ്ഞ സമയം മുതൽ അവിടെ നിന്ന് ഏറ്റവും വേദനാജനകമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അമ്മയെ മധ്യേ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി ആമയും കുവൈറ്റിലായിരിക്കുന്ന സാബുവാണ്. സാബു എന്ന പ്രിയ സഹോദരനാണ് ഈ ബിനോയ് തോമസിനെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ 2 മാസങ്ങളെ അതിനുള്ളതായ ക്രമീകരണം ഉണ്ടായുള്ളൂ. എത്രയും പെട്ടെന്ന് വിസ അടിക്കുവാൻ, അതുപോലെ ടിക്കറ്റ് കൺഫേം ആവാൻ, അതുപോലെ തന്നെ മറ്റ് മെഡിക്കലെല്ലാം അത് പരാജയപ്പെട്ടും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളെ ശരിയാക്കുവാനിടയായിത്തീർന്നു. 2 മാസങ്ങൾക്ക് ആമേൻ സമയം പോലും എടുത്തില്ല. പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അവിടെ പോയത്. സാബു വളരെ ദുഃഖത്തിലാണ്. പ്രിയ മകനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അതോടുകൂടെ അവിടെ ആയിരുന്ന ബെൻ എന്ന് പറയുന്ന സഹോദരൻ വളരെ ഓർക്കേണ്ടതാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സമയത്ത് ഇൻഫർമേഷനൊക്കെ തന്നത് ബെൻ എന്ന് പറയുന്ന സാബുവിന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനാണ്. പ്രിയ സഹോദരനെയും ഈ സമയം ഓർക്കുകയും നമ്മുടേതായ ദുഃഖം ഒരു പങ്കുചേരോടില്ല എങ്കിലും കർത്താവ് അവരൊക്കെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മതിയായിരിക്കുന്ന മഞ്ജുനാഥ് നമ്മുടെ മതിയെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ മഞ്ജുനാഥ്, ഞാൻ തുടക്കം മുതൽ ബിനോയുടെ എല്ലാ കാര്യങ്ങളും എപ്പോൾ വിളിച്ചാലും അത് സമയത്ത് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളോട് കൂടെ സഹകരിക്കുകയായിത്തീർന്നു. അവിടെ കടന്നു വന്ന പാസ്റ്റർ ഡെന്നി, അതുപോലെ പാപ്പച്ചൻ നമ്മുടെ മതി കടന്നുകൂടെയായിത്തീർന്നല്ലോ. ബിനോയെ കുറിച്ചൊക്കെ പറയുകയായിത്തീർന്നു. ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. സർവശക്തനായ ദൈവം ജിനിതയെ, ആദിയെ, അതുപോലെ ഇയാൻ, അവിടെ ചേച്ചി, ചേട്ടൻ, അവർക്ക് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് ജിനിതയുടെ ചേച്ചി, അതുപോലെ ചേട്ടൻ ദാസൻ, അവർക്ക് നമ്മൾ മതി വന്നിട്ടുണ്ട്. ഒരു കുടുംബം പോലെ അവര് ആമനായിരിക്കുകയാണ്. അവിടെ എല്ലാ നാട്ടുകാരും വളരെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും അവര് സഹകരിക്കുകയും നല്ല ആ നാട്ടിലെ നല്ലൊരു സഹോദരനായി നല്ലൊരു ദൈവവിധലായി ചർച്ചിലും നിലകൊള്ളുന്നതായ അനുഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങളറിയാം സമയം കിട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനയോടെ തന്നെ നമുക്കായിരിക്കാം. ഈ സമയത്ത് ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവദാസന്മാർ മാറി മാറി ആ വേദവചനങ്ങൾ വായിക്കണം. അത് വായിച്ചതിന് ശേഷം കഥാനദാസൻ പാസ്റ്റർ KJ ജോൺ ചുവന്നൂര് APCയിലെ ദൈവദാസൻ പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ ഈ ബോഡി നമ്മൾ മഞ്ചയിലേക്ക് മാറ്റുവാൻ പോവുകയാണ്. അവസാന ശുശ്രൂഷ ശോകോട്ടയിലാണ്. അത് സെമിത്തേരി കൊല്ലിൽ പോയിട്ടാണ് പ്രാർത്ഥിച്ച് മണ്ണിടുന്നത്. അതുവരെ വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കണം. ഈ വാക്കുകൾ കൊണ്ട് നമ്മളത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു വാക്ക്, എന്റെ പേര് പ്രിൻസിമാം, ഒരു വാക്കിലെ ഒരു വാക്ക് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ ബിനോയുടെ വേർപാടിലേറെ ദുഃഖിതരായി നമ്മളെല്ലാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ഞങ്ങൾ വളരെ ഹൃദ്യനായ ഒരു സുഹൃത്തിനെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറെ സ്നേഹമെങ്കിലും എല്ലാവരും വ്യക്തിപരമായി പുലർത്തുകയും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും കൊച്ചു തമാശകളിലും ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടിയിലുമൊക്കെ ഒരു ചിരിയായി മാറ്റാൻ കഴിവുള്ള നല്ല ഒരു മാന്ത്രികത സുഹൃത്ത് ബന്ധത്തിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ഏറെ പ്രയാസത്തോടെ ഏറെ ഹൃദയവേദനയോടെ ഞങ്ങൾ ഇവിടെ ചൊല്ലുകയാണ്. ഈ അവസരത്തിൽ നിന്നുകൊണ്ട് പേരുകൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട ധന്, സാബു, കൃപകളുടെ ആദ്യ അവസാനം കൂട്ടുന്ന പ്രിയപ്പെട്ട മഞ്ജുനാഥ്, സർക്കാരിന്റെ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട്
അവൻ്റെ ബോഡി കൈപ്പറ്റുന്ന ഉൾപ്പെടെ സർക്കാരിൻ്റെയും നോർക്കയുടെയും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ബെഞ്ചാറിൻ്റെ ഒരു വലിയ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. വെളുപ്പിനെ തൊട്ട് എയർപോർട്ടിലെ നടപടിക്രമം പൂർത്തിയാക്കാൻ അദ്ദേഹമാണ് മുന്നിട്ട് നിന്നത്. പ്രിയ ഡെനി, അതുപോലെ തിരുവല്ലയിലുള്ള യാത്ര കോർഡിനേറ്റ് ചെയ്ത റോഷൻ, റോണി, പ്രിയപ്പെട്ട സാങ്കി, ലേറ്റായിട്ടായാലും വളരെ പ്രയാസപ്പെട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരുപറ്റം കൂട്ടുകാരുടെ സ്നേഹവും കരുതലും അവൻ്റെ യാത്ര അയക്കാൻ ഇവിടെ ഞങ്ങൾ ആയിരിക്കുന്ന ആ വലിയ ഒരു അവസരത്തിനായിട്ട് ഞാൻ ഈ കൂട്ടുകാരെ എല്ലാം എഫേർട്ടിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു തുടർന്നും കൂടെ ഒരു കൂട്ടായ്മയിലും ഒരു സ്നേഹത്തിലും ജില്ലയോടും കുടുംബത്തോടും ഒപ്പം ഞങ്ങളായിരിക്കും. ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകാനും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിലും ഒരു കൂട്ടായ്മ പുലർത്തുവാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ള വലിയ പ്രത്യാശയം പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്ററോടും ബാക്കി കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് കുവൈറ്റ് ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസിനോടും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഞാൻ മഞ്ജുനോട് വരും. ഞങ്ങളുടെ പ്രിയ സഹോദരനാണ് ബിനോയ്. ഞങ്ങളുടെ ACS 96 രൂപം കൊള്ളുന്ന തന്നെ ബിനോയും സാങ്കിയും കൊള്ളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ കുടുംബത്തോട് ഞങ്ങൾ ആ ഒരു ACS കുടുംബം ഞങ്ങൾ അവിടുന്ന് ഇവരാണ് രൂപീകരിച്ചത്. ബിനോയിയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടം വരെ എത്തുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു സഹോദരൻ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സഹോദരൻ്റെ ഏർപ്പാടുണ്ടായി. അതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ മാറിയില്ല. അപ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത്. ബിനോയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എവിടെയാണെങ്കിലും എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും അതുപോലെ ഗ്രൂപ്പിൽ വന്ന് ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പ്രശ്നം ഉണ്ടാകാൻ പോലും അനുവദിക്കത്തില്ല. എല്ലാ ആൾക്കാരായിട്ടും എങ്ങനെ സമയം കിട്ടുന്നതോ എനിക്ക് മനസ്സിലാകുന്നത്. എപ്പോഴും ടച്ച് പോയിന്റ് ഉണ്ട്. വാട്സപ്പിൽ എല്ലാവരും എന്തെങ്കിലും പറഞ്ഞ് അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ പേരെടുത്ത് വിളിച്ച് അവൻ എപ്പോഴും ഒരു ടച്ച് പോയിന്റ് വെക്കുന്ന വ്യക്തിയാണ്. തലേദിവസം പോലും ഡൽഹിയോട് അവിടുത്തെ വീഡിയോയെ അയച്ചു കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാവിലെ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവന് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മുടെ എല്ലാ ആൾക്കാരും രാവിലെ 5:30 ഇറങ്ങിയാണ് റോഷനും റോണിയും ഫ്രണ്ട്സും അവിടുന്ന്. അവസാന നിമിഷമാണെങ്കിൽ സാങ്കേതികപ്പെട്ടു. ഞങ്ങൾ ജിനിതയുടെയും കുടുംബത്തിൻ്റെയും കൂടെ എപ്പോഴും ഞങ്ങൾ കാണും. അപ്പിൻ്റെയും ആദിയുടെയും കൂടെ തീർച്ചയായും ACS കുടുംബം എപ്പോഴും ഞങ്ങൾ കാണും. എന്താവശ്യത്തിനും അവിടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കാണും. എല്ലാ ഒഫീഷ്യൽസും ഗവൺമെൻറ് ഒഫീഷ്യൽസും എല്ലാ നാട്ടുകാർക്കും സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. അതുപോലെ പെണ്ണ് സാബുവിനെ ഞാൻ ഇവർക്കാർക്ക് നമ്പർ ഞാൻ കൊടുത്തില്ല. എന്നോട് വിളിച്ചു ചോദിച്ചത്. കാരണം അവരവിടെ അതുപോലെ കാര്യങ്ങളെല്ലാം നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പാസ്റ്റർക്ക് മാത്രമേ നമ്പർ കൊടുത്തുള്ളൂ. ജിനിത എന്നോട് ചോദിച്ചിട്ടും ആദ്യമോ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. കാരണം അവരതുപോലെ അവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കൊടുക്കാഞ്ഞത്. സാബുവും ബെന്നെ പിന്നെ ഇന്നലെ ഞങ്ങൾ ബിനോയുടെ വീട്ടിൽ പോയി പപ്പായും മമ്മിയെ കാണാൻ വേണ്ടി പോയവരിക്കാണ്. അവർ അറിയില്ലെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. അതൊരു സമയത്ത് വന്നു. അവർ അറിയിച്ചത് രാവിലെയാണ് അറിയിച്ചത്. അപ്പോൾ വന്ന എല്ലാവർക്കും എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. പ്രാർത്ഥനയായിരിക്കാൻ സാങ്കേതിക ഒരു വാക്ക് ബിനോയെ കുറിച്ച് പറയുകയായിരുന്നു. ദൈവനാമത്തോടാകട്ടെ. വളരെ ലേറ്റായിട്ടാണെങ്കിലും എനിക്കും ജോണ്, രാജീവ്, ഞങ്ങൾക്ക് മൂന്നുപോലും കടന്നു വരാൻ സാധിച്ച രാജീവും ജോണും ഒക്കെ തിരുവല്ലയിലെ ബിനോയ് താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ അയൽവക്കക്കാരാണ്. അതുപോലെ തന്നെ പ്രീഡിഗ്രി ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചതാണ്. ഇവിടെ സ്കൂളിലും കോളേജിലും ഞാൻ ബിനോയോടൊപ്പമായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് സെമിനാരിയിലൊരു പ്രോഗ്രാം ചെയ്യാനുണ്ട്. അതിന് ശേഷമാണ് വരുന്നത്. ഞങ്ങളുടെ യാത്ര ഒരു 11 മണിയായപ്പോഴാണ് തിരുവല്ലയിൽ നിന്ന് യാത്ര ആരംഭിച്ച്. മാത്രമല്ല വഴിയിൽ ഒത്തിരി ബ്ലോക്കുകളുണ്ട്. താമസിച്ചു പോയി. ബിനോയെ പറ്റി ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ 8 വർഷം പഠിക്കാനിടയായി. ആ സമയങ്ങളിലൊക്കെ അന്ന് മുതൽ ആരംഭിച്ച ഒരു സൗഹൃദം. മാത്രമല്ല മെയ് മാസത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ബിനോയ് കിടന്നു വരും. കാരണം ഞാൻ എൻ്റെ ബർത്ത്ഡേ മെയ് 17-ാം തീയതി, അവൻ്റേത് മെയ് 18-ാം തീയതി. അതുകൊണ്ട് അവൻ്റെ പിറന്നാളിന് ഞാൻ എൻ്റെ പിറന്നാൾ എൻ്റെ വീട്ടിൽ വരികയും പിറ്റേ ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോവുകയും അതുപോലെ എൻ്റെ ബ്രദറും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പഠിച്ചത്. ഒരു മാസം തന്നെ 3 പ്രാവശ്യം കമ്പനിയുടെ വീടുകളിൽ പോകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല വളരെ അടുത്ത സ്നേഹബന്ധം. അവനൊരു ഭർത്തവ സമുദായത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും പെന്തക്കോസ്തൽ വിശ്വാസം അവൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ അവനോട് എപ്പോഴും പറഞ്ഞു രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. അപ്പോൾ അവനിങ്ങനെ അത് എന്നെ ചിരിച്ചിട്ടുള്ളൂ. അതേസമയം അവർ ഞങ്ങളുടെ കൂട്ടത്തിലും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അച്ഛന്മാർ. അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് നീ വേണ്ടത്. പക്ഷെങ്കിൽ പിന്നത്തേതിൽ എനിക്ക് വളരെ സന്തോഷം. 2014 അവന് ജിനിത ജീവിതത്തിൽ വന്നതിന് ശേഷം അതിന് കർത്താവിനെ ജഡത്ത് സാക്ഷീകരിക്കാനൊക്കെ അതിന് ഇടയായത് വളരെ സന്തോഷം. എനിക്ക് ചെറിയൊരു അസൂയ കൊടുത്ത പാസ്വേഡുണ്ട്. കാരണം ഞങ്ങളോടൊപ്പം ആരാധിക്കേണ്ട വ്യക്തി
പക്ഷേ അവനെ ഇപ്പം നിത്യജീവൻ അവകാശിയാകുവാൻ സഹായിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വേർപാട് മനസ്സഹജമാണെങ്കിലും ഒരു നാൾ നമ്മൾ അക്കരെ നാട്ടിൽ അവനെ കാണും. അതുപോലെ തന്നെ ഒത്തിരി നല്ല സമയം ഇപ്പം പ്രിൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാവർക്കും 1 മണിക്കൂർ പറയാൻ, കാരണം വളരെ രസികനായിരുന്നു അവൻ്റെ സംസാരം. വാക്കുകൾ വരുന്ന മാത്രമല്ല, ഒരു ആക്ഷൻ പോലും നമ്മളെ ചിരിപ്പിക്കും. പെട്ടെന്ന് കടന്നു പോയി പിന്നെ പെട്ടെന്ന് വരും. അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അവൻ്റെ. കുറച്ചൊക്കെ അവനെ പറ്റി ഞങ്ങൾക്ക് ജീവിതത്തിൽ അറിയാം. പക്ഷെ ഒരു വശത്ത് ഒരു ചിരിക്കുന്നെങ്കിലും മറുവശത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എങ്കിലും ഞങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടാകും. ജിനതയും മക്കളെയും ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ പുലർത്ത് ധൈര്യമായിരിക്കുക. വീണ്ടും നമ്മൾ അവനെ കാണും. സമയം തന്ന എല്ലാ പാസ്റ്റർക്കും സഭയിലും നന്ദി. ഹല്ലേലൂയ. സന്ദർഭം മുമ്പോട്ട് പോയി 1-2 വേദഭാഗങ്ങൾ വായിച്ച് സൂക്ഷിക്കുന്നില്ല. വായിച്ചതിന് ശേഷം നമ്മൾ ബോഡി മഞ്ചയിലേക്ക് മാറ്റും. ആ സമയത്ത് ഈ വചനം വായിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ബോഡിയിലേക്ക് മാറ്റും. അതിനുശേഷം അവിടെ പോയി സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ലാദിദാസനോട് സഹകരിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 26 വരെ ഒരാളും, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 35 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ മറ്റൊരു വ്യക്തികൾ ചില ദേവദാസന്മാർ മാറി എന്നാൽ വാക്യങ്ങൾ വായിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കണമെന്ന് ദൈവം ഓർപ്പിച്ചുകൊള്ളുന്നു. പെട്ടെന്ന് വായിച്ചായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 26 വരെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ നിർത്തി പെട്ടെന്ന് വായിച്ചാൽ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്ന് ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കും. മൂഢ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. പ്രാർത്ഥനയോടെ ദിവസമായിരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളാസെ പാസ്റ്റർ കെ ജെ ജോൺ മുമ്പോട്ട് വന്ന് ചോദിനൂര് പാസ്റ്റർ പ്രാർത്ഥിക്കടയായിത്തീരും. സർവാശ്വാസത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. ഈ ഭൂമിയിൽ ദൈവം നൽകിയ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി നിന്ന് ദൈവത്തിന്റെ സമയമായപ്പോൾ വാത്സല്യ സഹോദര പ്രിയ ബിനോയ് തോമസിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിപ്പാൻ തക്കവണ്ണം സഹായിച്ചതോർത്ത് സ്തോത്രം. പെട്ടെന്നുള്ള വേർപാട് വളരെ അഗാധമായ ദുഃഖത്തിൽ
ആമേ. കുടുംബാംഗങ്ങളായിരിക്കുന്നല്ലോ, വാത്സല്യ സഹോദരി മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതന്മാർ, സഭാവിശ്വാസികൾ, കർത്തൃദാസന്മാർ, ആമേ, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾ ശേഷം ഇവിടേക്ക് കടന്നു വരുവാനിടയായി ഇവിടെ നടന്ന ശുശ്രൂഷകളെല്ലാം നിവർത്തിപ്പാൻ അങ്ങ് ദാസന്മാരെ അങ്ങ് സഹായിച്ചതിനായി, ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിത്യതയിൽ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ കാഹളം ധ്വനിക്കുന്ന ആ പുത്തൻ പുലരിയിൽ വാത്സല്യ സഹോദരന്റെ തേജസ്സോടെ കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായി സ്തോത്രം. ആ ദൈവിക പ്രത്യാശ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ എല്ലാവരെയും കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവസാന്നിധ്യം വരണമേ. വാത്സല്യ സഹോദരി മക്കളെയും കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്താലോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. കഴിഞ്ഞിട്ടില്ല, നമ്മൾ സംസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് മഞ്ചയിലേക്ക് ഈ ബോഡി മാറ്റുവാടയായിത്തീരും. പ്രിയപ്പെട്ടവർ മുമ്പോട്ട് വന്ന് ആ കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് നിർവഹിക്കേണ്ടതായിത്തീരണം. കാണേണ്ടവർക്ക് മുമ്പോട്ട് വന്ന് കാണാം. ഓക്കെ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്തം നാട്ടിൽ നിത്യകാലം കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാർ അവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാർ അവർ നിശ്ചയം. ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോൻ പുരിയിൽ. ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോൻ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ.
എൻ്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട. കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ബോഡി കാണാം. നമ്മൾ ബോഡി എടുത്ത് നമ്മൾ കുഴിയിലേക്ക് പോവുകയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ച് മണ്ണിട്ടിട്ട് അവിടെ കൊണ്ടുപോകും. ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? ആർക്കെങ്കിലും അന്ത്യചുംബനം കൊടുക്കണമെങ്കിൽ നിങ്ങളുടേതായ അവസാന സമയമാണ്. ഇനി അവിടെ പോയാൽ അന്ത്യചുംബനത്തിന് സമയം ഉണ്ടാവില്ല. അവിടെ പോയി പ്രാർത്ഥിച്ച് കൂടെ നിന്ന് ആരെങ്കിലും മുമ്പോട്ട് വന്ന് അന്ത്യചുംബനം കൊടുക്കാനുണ്ടെങ്കിൽ ആമേ അന്ത്യചുംബനം കൊടുക്കാൻ നമ്മളൊരു വാക്ക് ദിവസത്തിൽ പ്രാർത്ഥിച്ച് മണ്ണിട്ടതിനു ശേഷം സ്നേഹവാനിയുടെ സ്വർഗസ്ഥമല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ വിനയ തോമസിന്റെ ഗർഭാണമുള്ള ബന്ധത്തില് കുട്ടികളായിരിക്കുന്ന പൊടിയിലേക്ക് മടങ്ങി ചേരുവാനാണ്. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ദുഃഖങ്ങളിൽ ഈ ലോകം എനിക്കു തന്നിട്ടുള്ളൂ. മനുഷ്യാമി പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുമാറാകുന്നു. മനുഷ്യാമി പൊടിയാകുന്നു നീ പൊടിയിലേക്ക് ചേരുമാറാകുന്നു. അടുത്ത നമ്മുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന ടി സി പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയായിരുന്നു. ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനെ രക്ഷകനും ആരും അംഗീകരിച്ച് ദൈവപ്രകാരം ജീവിച്ച് വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് നിത്യമായ ഭവനമുണ്ടല്ലോ, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തമേ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്തൻ്റെ ദാസന്മാർ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തമാക്കി ജീവിപ്പാൻ നിങ്ങളെല്ലാവരും ഒരുക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ടടയ്ക്കാം, പ്രാർത്ഥിക്കാം. ലളിതമേ സ്വർഗസ്ഥ പിതാവേ, പ്രിയ കഥാവിന്റെ കഥാധർമ്മത്തിൽ ദുഃഖായിരിക്കുന്ന പ്രിയ സഹോദരി മക്കൾ, അതുപോലെ അപ്പനമ്മ, അതേപോലെ ബന്ധുക്കാർ, സ്നേഹിതർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. എല്ലാ ദേവസ്ഥന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യും. എല്ലാവരെയും കഥാവിനെ കൽപ്പിക്കുന്നു. ഏതൊരു മനുഷ്യ ഉറച്ചെന്നാൽ ഒരു ശ്വാസം അത്രേ. കഥായുഭൂമിയിലായിരിക്കുമ്പോൾ നിത്യമായ ഭവനത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും യാത്രയാകേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കഥാവിന്റെ സ്നേഹിലേക്ക് പ്രിയസവനെ ചേർത്ത് കണ്ടിക്കായി സ്തോത്രം. യുഗത്തിലായി എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ കഥാവെ. ഒരു മനുഷ്യൻ്റെതല്ല കഥാവെ ആശ്വാസമല്ലല്ലോ. സർവാശ്വാസത്തിന്റെ ഒളിവനായ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്ന് കരുണയുള്ള ദൈവമാണല്ലോ. എല്ലാവരെയും ബലപ്പെടുത്തണമേ കർത്താവെ. എല്ലാവരും നിത്യമായ ബോധത്തിലേക്ക് യാത്രയാകുവാൻ എല്ലാവർക്കും കൃപയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥായുദ്ധത്തോളം സൂക്ഷിച്ചമാരെ എല്ലാവരും ബലപ്പെടുത്തുന്ന സ്തോത്രം. ദൈവമക്കളെ കൂട്ടിക്കൊണ്ടതിനായ സ്തോത്രം. കഥാകാർ എല്ലാവർക്കായ സ്തോത്രം. അതെല്ലാവരെയും സർവാസ്വല ദൈവം ആശ്വസിപ്പിമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവിനെ ചെയ്ത ഗതിക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ. എമർജൻസി ബസ് തന്നെ ഒരിക്കൽ
ആരുടെ കഥാവെ കാണുന്ന ലോകം താൽക്കാലികമാണ്. നിത്യമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് യാത്രയാവുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ വിചാരിക്കുന്നു. കഥാവിനെ എല്ലാവരും ഒരിക്കലും സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. കഥാവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധമാരുടെ കൂട്ടായ്മയും കവിന് പരിപാലവും നവോത്ത് പ്രാഴ്ചയിലേക്കനോട് വിശുദ്ധമരോടെ ദുഃഖത്തിലായിരിക്കപ്പെട്ട ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിവർക്കാനും ജയം നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. ഒരു കമ്പയാണ് തലയാണോ പുറത്തേക്കോട് സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിയായി ബന്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിയായി ബന്ധപ്പെട്ടോടിടുന്നു ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്നെ ായി ദൈവദൂതൻ വരുന്നു എന്റെ ദൈവദൂതൻ വരുന്നു
ശക്തി വേണ്ടും പോലെ മാത്രം എന്റെ യാത്ര എന്റെ യാത്ര സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ വേടുവാൻ ലഭിക്കും സുഖം ഇപ്പോഴല്ല സമയം വേടുവാൻ ലഭിക്കും സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ തിരുവാൻ കാണും ഞാൻ വേഗം നിന്നെ കാണും ഞാൻ ഒന്നാതിരുന്നു ഒന്നും വേണ്ട യാത്രയിൽ ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം അല്പം വെള്ളം ദാഹിക്കൂ അല്പമാപ്പം അല്പം വെള്ളം എല്ലാം അവസാനിപ്പിക്കുകയാണ്. അവസാനമായി മണ്ണിടാൻ ആഗ്രഹിക്കുന്നവർക്ക് മണ്ണിടാം. അതിനുശേഷം പാസ്റ്റർ കെ എ വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അത് മണ്ണിടണമെങ്കിൽ ഈ ഫ്രെയിം ഒന്ന് മാറ്റി ജീവിത ഇതൊന്ന് മാറ്റിത്തരാം. ഒരു പറ്റില്ലേ ആർക്കെങ്കിലും മണ്ണിട്ടുണ്ടെങ്കിൽ വേണ്ട പിന്നെയും മണ്ണിടുമ്പം മൊബൈൽ വിടാതെ നോക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കും. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ സഹോദരന്റെ ഭൗതിക ശരീരം ഞങ്ങൾ ഈ മണ്ണിൽ പ്രത്യാശയോടെ അടക്കം ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് മധ്യാകാശ വരുന്ന ദിനത്തിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ ഞങ്ങളെ സെമിത്തേരിയിൽ നിന്നും അടങ്ങുന്നു. ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദിവ്യമായ സമാധാനം, ആശ്വാസം അവിടെ ഹൃദയങ്ങളിൽ പകരണമേ. ഇന്ന് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ഭവനങ്ങളുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
ഈ ശുശ്രൂഷയെ ദൈവം എത്രത്തോളം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വന്നവർക്കൊക്കെ ഒരു ചായ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കുടിച്ചതിന് ശേഷം പോകണം എന്ന് ഓർപ്പിക്കുന്നു.